താലി എന്ന സ്റ്റോറിയുടെ അവസാനത്തെ പാർട്ടാണിത്. നിങ്ങൾ താലി എന്ന സ്റ്റോറിക്ക് നൽകിയ ഓരോ സപ്പോർട്ടിനും ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. തുടർന്നും നാളെ മുതൽ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ഇട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മേരി ആ ഡോക്ടറുടെ വാക്കുകൾക്ക് മുമ്പിൽ പകച്ചിരുന്നു പോയി. വയറിലെ ശക്തമായ വേദന കാരണമാണ് മേരി ഡോക്ടറെ കാണാൻ വന്നത്. ഗ്യാസിൻ്റെ എന്തെങ്കിലും മേനക്കേടാണെന്നായിരുന്നു മേരി വിചാരിച്ചിരുന്നത്. പക്ഷെ തനിക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞ നിമിഷം മേരി തകർന്നു പോയി. ജീവിതത്തിൽ ആദ്യമായാണ് അവർ ഇത്രമേൽ ഭയപ്പെടുന്നത്. അവർക്ക് ഭൂമി കറങ്ങുന്ന പോലെ തോന്നി. താൻ ഏതനോടും സ്റ്റീജമോളോടും ചെയ്ത ദ്രോഹങ്ങൾ കാരണമാണ് ദൈവം തന്നെ ഇങ്ങനെ ദ്രോഹിച്ചതെന്ന് തോന്നിപ്പോയി അവർക്ക്. കുറ്റബോധം അവരെ കാർന്നു തിന്നു തുടങ്ങി. അവർ സദാസമയവും വീട്ടിലെ ഇരുട്ടുമുറിയിൽ ഇരിക്കാൻ തുടങ്ങി. ഇനി ചികിത്സ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് ആ ഡോക്ടർ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നിട്ടും 1-2 ഹോസ്പിറ്റലിൽ കൂടെ മേരി ഒന്ന് പോയി നോക്കി. കീമോയും മറ്റു കാര്യങ്ങളും ചെയ്തു നോക്കാം, എന്നാലും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടെ മേരി ഒന്നിനും പിന്നെ മുതിർന്നില്ല. തൻ്റെ അസുഖം അവിടെ ആരോടും പറഞ്ഞതുമില്ല. ഏതൻ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. അതിനിടയ്ക്ക് വാസുദേവൻ അവനെ കാണാൻ വന്നിരുന്നുവെങ്കിലും ഏതൻ ഇനി പഴയ ഗുണ്ടാപണിക്കില്ലെന്ന് അവൻ തീർത്തും പറഞ്ഞു. ഏതനെ സംബന്ധിച്ച് ഇടത്തോളം ആദ്യം അവന് ജീവിതം വെറൊരു കുട്ടിക്കളിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അവന് ജീവിക്കാൻ തോന്നുക, സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ. സ്റ്റീജമോൾക്ക് ഇപ്പോൾ ഏതന് കഴിഞ്ഞേ ഉള്ളൂ ആരും. അവനും ആ മുരടൻ സ്വഭാവമെല്ലാം പകുതിയിലേറെ മാറ്റിവെച്ചിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ മുതൽ മേരിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുള്ള പോലെ ഏതന് തോന്നി. ഏതനോട് അവർ പണ്ടത്തെ പോലെ തർക്കിക്കുന്നില്ല, അവന് ശപിക്കുന്നില്ല, ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. 1-2 വട്ടം അവർ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നു കൊടുത്തു. എങ്കിലും ഏതൻ അത് നിരസിച്ചു. അവന് വേണ്ടത് അവൻ തന്നെ ഉണ്ടാക്കി കഴിച്ചു. മുക്തയുടെ ഉള്ളിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഏതൻ എന്ന മനുഷ്യൻ കൂടുതൽ ആഴത്തിലേക്ക് വന്ന് നിറയുകയായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞതോടെ സ്റ്റീജമോൾക്ക് കുറേ മിഠായിയും വാങ്ങി മുക്ത അങ്ങോട്ട് ചെന്നു. സ്റ്റീജമോളെ കാണാൻ തോന്നിയിട്ട് തന്നെയാണ് മുക്ത അങ്ങോട്ട് ചെന്നത്. പക്ഷെ അതിലും കൂടുതൽ മറ്റൊരുവനെ കാണാൻ അവൾക്കിപ്പോൾ തോന്നുന്നുണ്ട്. മുക്ത കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് പുറത്ത് കാത്തു നിന്നു. പ്രതീക്ഷ തെറ്റിയില്ല. വന്നു തുറന്നത് ഏതൻ തന്നെയാണ്. എന്താ? ഏതൻ ചുണ്ടിൽ ഉരുണ്ടുകൂടിയ ചിരി കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. സ്റ്റീജമോൾ എവിടെ? ചോദിച്ചുകൊണ്ട് മുക്ത അകത്തേക്ക് കയറി. സ്റ്റീജ് ഉറക്കൊണർന്നിട്ടില്ലല്ലോ, ഏതൻ പതിയെ പറഞ്ഞു. ആണോ? എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യാം, മുക്ത പറഞ്ഞുകൊണ്ട് ആ ടേബിളിലേക്ക് ചാരി നിന്നു. ഏതൻ അവളെ തന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഹൃദയം പിടിച്ചുയരുന്നത് മുക്ത അറിഞ്ഞു. അടങ്ങ് ഹൃദയമേ, അവൾ ഹൃദയത്തെ ശാസിച്ചു. എന്നിട്ടും കുതിച്ചു ചാടുകയാണത്. താൻ സ്റ്റീജമോളെ കാണാൻ വേണ്ടി തന്നെയാണോ വന്നത്? ഏതൻ ചിരിയോടെ അവളെ ഒന്ന് നോക്കി. അതേലോ, കൂട്ടത്തിൽ ഇയാളെ ഒന്ന് കാണാമെന്ന് കരുതി. മുക്ത കണ്ണുകൾ കൊണ്ട് ഏതനെ ചൂണ്ടിക്കാണിച്ചു. എന്നെയോ? ഏതൻ ഇല്ലാത്ത അതിശയം മുഖത്ത് വിരിയിച്ചുകൊണ്ട് ചോദിച്ചു. മുക്ത പതിയൊന്ന് മൂളി. അതെന്താ മാലാഖക്ക് ഈ ചെകുത്താനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഒരു കൊതി? ഏതൻ ചിരിയോടെ ചോദിച്ചു. ഈ ചെകുത്താനെ കണ്ടിട്ടും മാലാഖക്ക് അങ്ങ് മതിയാവുന്നില്ല. അവൻ്റെ കണ്ണിൽ നിന്നും ഒട്ടും നോട്ടം മാറ്റാതെയാണ് മുക്ത അത് പറഞ്ഞത്. ആ നോട്ടത്തിൽ, ആ പറച്ചിലിൽ തൻ്റെ ചങ്ക് കത്തിപ്പോലെ തോന്നി ഏതന്. മുക്ത പതിയെ അവൻ്റെ അടുത്തേക്ക് വന്നു. ഏതൻ അന്നേരം ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്നു. മുറിവിലെ കെട്ടിൽ അവൾ പതിയെ വിരലോടിച്ചു. വേദന കുറഞ്ഞോ ഏതാ? ആർദ്രമായിരുന്നു അവളുടെ സ്വരം. അത്രയും അടുത്താണ് അവൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരിത്തിരി സുഖമൊക്കെയുണ്ട്. ഏതൻ പതിയെ ചിരിച്ചു. മുക്ത മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ഏതൻ അവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്തു. മുക്ത അല്പം കൂടെ അവനോട് ചേർന്ന് നിന്നു. എന്താ നിനക്ക്? ഏതൻ ആർദ്രമായി ചോദിച്ചു. മുക്ത അവൻ്റെ ഹൃദയഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. ഇതിൻ്റെ ഉള്ളിൽ എന്നോടുള്ളത് തന്നെ എനിക്ക് തിരിച്ചുള്ളത്. പ്രേമം, നല്ല അസ്ഥിക്ക് പിടിച്ച പ്രേമം. ഏതൻ ആ ചൂണ്ടുവിരൽ പിടിച്ചെടുത്തു.
എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ എൻ്റെ പാസ്റ്റ് അവസാനിപ്പിച്ചു മുക്ത. പക്ഷേ കുറേ കാലം ഗുണ്ടാപ്പണിയും കൊണ്ട് നടന്നതാണ്. ശത്രുക്കൾ ഇഷ്ടം പോലെയുണ്ടാവും. ഏതൻ ആർദ്രമായി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയാം. മുക്ത പതിയെ ചിരിച്ചു. ആത്മവിശ്വാസമുള്ള ചിരി. ഓ, അപ്പോൾ നീ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണല്ലേ? ഏതൻ ചിരിയോടെ ചോദിച്ചു. മുക്ത കണ്ണുകൾ കൊണ്ട് അവൻ്റെ മുഖമൊട്ടാകെ ഒന്ന് പരതി. എന്താണ് ഇങ്ങനൊരു നോട്ടം? ചെകുത്താൻ്റെ ചിരി കാണാൻ ഇത്രയും ചെയ്യലോ? ചോദിച്ചുകൊണ്ട് മുക്ത അവൻ്റെ കീഴ്ചുണ്ടിൽ ഒന്ന് തൊട്ടു. ഏതന് ശരീരം വിറച്ചു. മുക്ത, ഞാൻ അത്ര വിശുദ്ധനൊന്നുമല്ല. നീ ചെല്ലാൻ നോക്ക്, ഏതൻ താക്കീതോടെ പറഞ്ഞു. ആര് പറഞ്ഞു വിശുദ്ധനാവാൻ? ആ ഉള്ളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മോഹനഭാവങ്ങളെല്ലാം ഇങ്ങ് തന്നേക്ക് ഏതൻ. മുക്ത പിന്നെയും ചിരിച്ചു. 28 കൊല്ലമായി ഒറ്റത്തടിയായി നടക്കുന്ന ഒരുത്തനെയാണ് നീ പ്രലോഭിപ്പിക്കുന്നത് എന്ന് ഓർക്കണം. ഏതൻ കണ്ണ് ചുരുക്കി അവളെ ഒരു നോട്ടം. ആ മുറിവിലെ സ്റ്റിച്ച് പൊട്ടാതെ നോക്കിയാൽ മതി. മുക്ത പിന്നെയും അവനെ പ്രലോഭിപ്പിച്ചു. ഓഹോ, അപ്പം താൻ എന്തിനും തയ്യാറാണ് അല്ലേ? അങ്ങനെ എന്തിനും തയ്യാറായിട്ടില്ല, എന്നാലും ഒരിത്തിരി കൊതി എൻ്റെ ഉള്ളിലുണ്ടെന്ന് കൂട്ടിക്കോ. ഇപ്പം തന്നെ മൊത്തത്തിൽ ആ കൊതി അങ്ങ് തീർത്താലോ? ഒരു രക്തഹാരം ഈ കഴുത്തിലേക്ക് ഇങ്ങ് അണിയിക്കൂ സാർ, എന്നിട്ട് നോക്കാം ബാക്കി. മുക്ത പതിയെ പറഞ്ഞു. ഏതൻ എന്തോ പറയാൻ തുടങ്ങും മുമ്പേ സ്റ്റീജമോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. സ്റ്റീജമോൾക്ക് മുക്തയെ കണ്ടതോടെ മുഖം അങ്ങ് തെളിഞ്ഞു വന്നു. പിന്നെ മുക്തയും സ്റ്റീജയും കൂടെയായി കൂട്ട്. മേരിയുടെ അസുഖം മൂർച്ഛിച്ചു വന്നു. ഏതൻ ദയയുടെ പുറത്തു മാത്രം അവരെ ചികിത്സിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. പക്ഷെ മേരി ഒന്നിനൊരുക്കല്ലായിരുന്നു. അവർ താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തമെന്നോണം മരണത്തെ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ ദേഹം മരിക്കും മുമ്പേ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് അവരുടെ മനസ്സ് മരിച്ചു കഴിഞ്ഞിരുന്നു. മരണക്കിടക്കയിൽ കാലുകളിൽ നിന്ന് തണുപ്പ് പടർന്നു തുടങ്ങുന്ന അവസാന നിമിഷങ്ങളിൽ മേരി ഏതൻ്റെയും സ്റ്റീജമോളുടെയും കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുനീർ വാർത്തു. ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു. അവർ അവസാന ശ്വാസം എടുത്തു. സ്റ്റീജയും ഏതനും അവർക്ക് പൊടുത്തു കൊടുത്തോ എന്നുപോലും അറിയാതെ. പിന്നീട് അങ്ങോട്ട് ഏതൻ്റെയും അവൻ്റെ മുക്തയുടെയും പ്രണയം കൊണ്ടുപിടിച്ച നാളുകളായിരുന്നു. നിഴൽ പോലെ അവർക്കൊപ്പം സ്റ്റീജയും ഉണ്ട്. ഇന്ന് ഏതൻ്റെയും മുക്തയുടെയും വിവാഹമാണ്. അവൻ്റെ മിന്ന് കഴുത്തിൽ വീണപ്പോൾ മുക്ത മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. രണ്ടുപേരുടെയും കണ്ണുകളിൽ ആളുന്ന പ്രണയമാണ്. ഒരിക്കലും കെടാത്ത കനലാണ്. ആ രാത്രിയിൽ മുക്തയിൽ നിന്ന് വിരിയുന്ന ലാസ്യഭാവങ്ങൾ ഏതൻ എന്ന മനുഷ്യനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അതവൻ്റെ നിയന്ത്രണം തെറ്റിച്ചു. അതവൻ്റെ പ്രവർത്തികളുടെ താളം കൂട്ടി. ഇതുവരെ അറിയാത്ത അനുഭൂതികളിൽ മുക്തയും മയങ്ങിപ്പോയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അപ്പോൾ താങ്ക് യു. പുതിയൊരു കഥയുമായി ഞാൻ ഇനിയും വരുന്നതാണ്.